തിരുവനന്തപുരത്തെ മലയാള മനോരമയുടെ ലേഖകനും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ആനാട് ശശി ആത്മഹത്യ ചെയ്തിട്ട് ദിവസം 2 കഴിഞ്ഞു. എന്നാൽ ഇതൊരു സാധാരണ ആത്മഹത്യയല്ല. കോൺഗ്രസ് നേതൃത്വം ആനാട് ശശിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ്. തിരുവനന്തപുരത്തെ മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ ആനാട് ശശി 1.62 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾ ഈ തുക അങ്ങ് മുക്കി. സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാപനത്തിൽ 1.62 കോടി രൂപ നിക്ഷേപിച്ച ആനാട് ശശി ഇനി ഒരിക്കലും ആ പൈസ തിരികെ കിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് ജീവൻ ഒടുക്കിയത്. ഇനി പറയുന്നത് സ്വന്തം ലേഖകൻ ആത്മഹത്യ ചെയ്തിട്ടും ഒരു കുലുക്കവുമില്ലാത്ത മലയാള മനോരമയെ കുറിച്ചാണ്. കഴിഞ്ഞ 2 ദിവസത്തെ മനോരമ പത്രം ഒന്ന് നോക്കാം. ഓഗസ്റ്റ് 5-ാം തീയതിയിലെ പത്രമാണ് ഇത്. ഇതിന്റെ ഫ്രണ്ട് പേജിൽ എവിടെയും ആനാട് ശശി മരിച്ച വാർത്ത മനോരമ കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ എഡിറ്റോറിയൽ പേജ് ഒന്ന് നോക്കാം. എഡിറ്റോറിയൽ പേജ് എടുത്താലും അങ്ങനെ ഒരു സംഭവം നടന്നതായി മനോരമ അറിഞ്ഞിട്ടേയില്ല. ആകെ കൊടുത്തിട്ടുള്ളത് പ്രാദേശിക പേജിൽ 3 കോളം വീതം 2 വാർത്ത. അതിൽ തന്നെ കോൺഗ്രസ് എന്ന് പറയാൻ മനോരമ നന്നേ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിലും ആനാട് ശശി മരിച്ചതിനെ കുറിച്ച് ഒരു വാർത്ത പോലുമില്ല. എഡിറ്റോറിയൽ പേജിലും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ പ്രാദേശിക വാർത്തയിലും കോൺഗ്രസ് എന്ന് എവിടെയും മനോരമ പറഞ്ഞിട്ടില്ല. ഇത് മനോരമ പത്രത്തിന്റെ മാത്രം കാര്യമല്ല. ചാനൽ എടുത്താലും അന്തി ചർച്ചയിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായതായി മനോരമ അറിഞ്ഞിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കൂ, മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി നിയന്ത്രിക്കുന്നത് CPM ആയിരുന്നെങ്കിലോ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന അന്തി ചർച്ചകളും എഡിറ്റോറിയലും കൊണ്ട് ഇവർ CPM-നെ ആക്രമിച്ചേനെ. ഇതാണ് മലയാള മനോരമ.